ല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു, അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർനനച്ചു. ഇന്ദാരാ തിമികധാരാ ഇന്ദാരാ തിമികധാരാ ഇന്ദാരാ തിമികധാരാ ഇന്ദാരാ. ഒരു 2 വർഷം മുമ്പാണ് സക്കറിയ, പരപ്പനങ്ങാടിയിലെ സക്കറിയ, അതായത് ബാംഗ്ലൂർ 2008 ബാംഗ്ലൂർ ബ്ലാസ്റ്റ് കേസിൽ എട്ടാം പ്രതി, അവനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്നതും അൾട്ടിമേറ്റ്ലി അതൊരു റിപ്പോർട്ടായിട്ട് മാധ്യമപത്രത്തിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ചെറുപ്പം മുതലേ സക്കരിയ എനിക്കറിയാം. കാരണം 2ാം വയസ്സിൽ ബാബു മരിച്ചുപോയ സക്കരിയ ഞങ്ങൾ തറവാട്ടിൽ വീട്ടിൽ നിന്നായിരുന്നു താമസിച്ചത്. സക്കരിയയെ മൊബൈൽ കോഴ്സിന് ചേർക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാനാണ് സക്കരിയയെ മൊബൈൽ കോഴ്സിന് ചേർക്കുന്നത്. പിന്നെ തിരൂർ കടയിലാണ് പോയത്. തിരൂർ ഒരു കടയിൽ നിന്നിട്ട് അവിടുന്ന് ഒന്നും കൊടുത്തിട്ടില്ല. 2ാമത്തെ കടയിലാണ് 15 ദിവസം നിന്ന്. ആ 15ാമത്തെ ദിവസമാണ് അവനെ പിടിച്ച് കണ്ടത്. സക്കരിയനെ അറസ്റ്റ് ചെയ്യണ ആ ദിവസം രാവിലെ കട തുറന്ന് കടൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു 10:30-11 മണിക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു കർണാടക രജിസ്ട്രേഷൻ ഒരു വണ്ടി ഫുള്ള് സിനിമ സ്റ്റൈലിൽ വന്നിട്ട് പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് വണ്ടീൻ്റെ സീറ്റിൻ്റെ അടിയിലേക്ക് അവനെ ഒരു എടുത്തെറിയായിരുന്നു. അതിലവന് ഒരു നിലവിളി കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടീൻ്റെ മുമ്പിൽ ക്രോസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ഇത് ഐഡൻറ്റി കാർഡ് കാണിച്ചിട്ട് ഞങ്ങൾ പോലീസാണ്, ഞങ്ങൾ തടയേണ്ട, അവനെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അബ്ദുറബിൻ്റെ അടുത്തൊക്കെ പോയി. കുറേ 12 മണിയാവോളം ഫോൺ ചെയ്തിട്ടും ഓൻ എവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വലിയ തിരൂർക്ക് പോയി. തിരൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ആരും അറസ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ, ഒരു വിവരം കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞായിരുന്നു. കർണാടകയിലെ ആൻറ്റി ടെററിസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അതിൽ ATF എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവർക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി ഒന്നുകൂടെ പറഞ്ഞ് നീ അതിൻ്റെ പിന്നാലെ നടക്കണ്ട, നിന്നെയും പിടിച്ച് അതേപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പോലീസുകാർ വീട്ടിൽ വന്ന് ഇങ്ങനെ അന്വേഷിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് വിഷമം എന്നറിയങ്ങൾ, സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളാണ്. കുട്ടികളെ കല്യാണ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് വലിയ തീവ്രവാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ കുറ്റപ്പെടുത്തിയിരിക്കണം നാട്ടുകാർ. സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരാൾ തീവ്രവാദ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നതോടുകൂടി അയാൾ 2 തരം തടവ് അനുഭവിക്കുക. ഒന്ന്, അയാൾ തടങ്കിൽ ഇൻപ്രിസൺ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. രണ്ടാമത്തത് ഒരു തരം സോഷ്യൽ എക്സ്കമ്മ്യൂണിക്കേഷൻ അദ്ദേഹം വിധേയമാകുന്നു. ആൾ മാത്രമല്ല, അയാളുടെ കുടുംബം, ബന്ധുക്കൾ എല്ലാവരും ഈ തീവ്രവാദ ടാഗ് വന്നു കഴിഞ്ഞാൽ ഈ ഭ്രഷ്ടിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നില്ല. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ജയിലിലുള്ള സമയത്ത് പുറലോകവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല, ഇവൻ്റെ കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, വീട്ടിലുള്ള മറ്റാളുകളുടെ ജോലി ലഭ്യതയെ അത് ബാധിക്കുന്നു. ഈ നിലയിൽ ഇരട്ട തടങ്കൽ അനുഭവിക്കുന്ന ആളുകളാണ് തീവ്രവാദ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്ന കക്ഷികൾ. പിന്നെ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സക്കരിയ എനിക്ക് ബാംഗ്ലൂരിൽ ചെന്ന് കാണാൻ പറ്റിയത്. അദ്ദേഹത്തെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ വസ്തുത. രാവിലെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് നേരെ കണ്ണൂരേക്ക് കൊണ്ടുവന്നു. കണ്ണൂരിൽ നിന്നാണ് എന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ കുറേ ആളുകളെ ഫോട്ടോ കാണിച്ചിട്ട് അവരൊക്കെ അറിയോ, ഇത്ര മാത്രമാണ് എന്നോട്, അല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സക്കരിയമ്മക്ക് 2 കുറ്റങ്ങളാണ്. ഒന്നാമത് സ്ഫോടനത്തിനാവശ്യമായ ടൈമർ നിർമ്മിക്കാൻ സക്കരിയ സഹായിച്ചു. അതാണ് നിസാമുദ്ദീൻ എന്ന പ്രതി കണ്ടിട്ടുള്ളത്. അയാളത് മൊഴി പ്രകാരം എങ്ങനെയാണ്
സക്കരിയായും ഷറഫുദ്ദീനും ചേർന്നിട്ട് ഒരു മലയാള പുസ്തകത്തിൽ നോക്കിയിട്ട് IC പ്രോഗ്രാം ചെയ്യുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ് നിസാമുദ്ദീൻ്റെ മൊഴി. ഇദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് കർണാടക പോലീസ് വന്നിട്ട് പരപ്പനങ്ങാടി പോലീസിൻ്റെ സഹായത്തോടെ ഒരു കന്നഡയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, കർണാടകയിൽ നിന്ന് കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ഞങ്ങളെ മുകളിലെ ആളുകൾക്ക് ഞങ്ങളിവിടെ വന്നതെന്നൊരു ഉറപ്പ് വേണം, പിന്നെ നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മൊബൈൽ ഇപ്പോൾ നിങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഈ ഒരു തെളിവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കന്നഡയിൽ ഒരു എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് താഴത്ത് ഒപ്പിടാനാണ് പറഞ്ഞത്. രണ്ടാമത് ഹരിദാസൻ്റെ മൊഴി എന്ന് പറയുന്നത് സക്കരിയ ചെട്ടിപ്പടിയിൽ നടക്കുന്ന ഒരു ത്വരീക്കത്ത് ക്ലാസ്സിൽ പങ്കെടുക്കുകയും അവിടെ വെച്ചിട്ട് സ്ഫോടനത്തിന് വേണ്ട ആസൂത്രണങ്ങൾ ചെയ്തു എന്നാണ്. ഈ 2 കാരണങ്ങളാണ് സക്കരിയമേക്ക് ആരോപിക്കപ്പെട്ടുള്ളത്. സക്കറിയാനെ ഒരു തീരെ ഒരു പിന്നെ മുഖപരിചയം കണ്ടിട്ടോ സംസാരിച്ചില്ല, അവൻ എന്താണ് എവിടുത്താണെന്നും ഞാൻ അറിയില്ല. ഈ കേസിൽ എങ്ങനെ ഞാനൊരു വിറ്റ്നസ് ആയതുകൊണ്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എവിടെയോ കിടക്കുന്ന പയ്യെ ഒന്നും അറിയാത്ത ഞാനും. We have absolutely no doubt that there being not even any material against him, he would be definitely entitled for an acquittal. But given the fact there wasn't even any admissible material against him at the initial stage itself, his implication in the case was absolutely uncalled for. ഒരു തെളിവും ഈ കേസുകളിലൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു നിലയ്ക്കും ഈ കേസുകളൊന്നും കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിയില്ലെന്നറിയാം. പക്ഷേ ഇങ്ങനെയുള്ള യുവാക്കളെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് കർണാടക പല സ്ഥലങ്ങളിലും നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്താണ് ഈ തരത്തിലുള്ള അതിനീചമായിട്ടുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനത്തിന്, ഭരണകൂട ഭീകരതയ്ക്ക്, പോലീസ് നരനായാട്ടിന് കാരണം എന്നതിനെക്കുറിച്ച് നമ്മുടെ സമൂഹം ആലോചിക്കേണ്ടതാണ്. UAPA എന്ന് പറയുന്നത് ഒരു കരിനിയമമാണ് എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരാളെ തടവിലിടുകയാണെങ്കിൽ അത് കൃത്യമായ വിചാരണയോടുകൂടി നടപടിക്രമങ്ങളോട് ഫെയർ പ്രൊസീജിയർ എന്ന വാക്കുണ്ട് ഭരണഘടന. ഈ ഫെയർ പ്രൊസീജിയർ ഒന്നുമില്ലാതെ ഇത് മുഴുവൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ 19, 21 വകുപ്പുകൾ മൊത്തമായി ബൈപ്പാസ് ചെയ്യുന്ന, മൗലികാവകാശങ്ങളെ പൂർണ്ണമായി ബൈപ്പാസ് ചെയ്യുന്ന ഒരു നിയമം അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമായ നടപടി എന്നാണ് ഇതിനെ പറയേണ്ടത്. അതുകൊണ്ടാണ് അതിനെ കരി നിയമം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ലോ, ഇറ്റ് ഈസ് എ ബ്ലാക്ക് ലോ. ഒരു പൗരനും രാഷ്ട്രവും തമ്മിലാണ് മത്സരം നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മിഷനറിയും തമ്മിലാണ് മത്സരം. അപ്പോൾ പൗരൻ പൊതുവിൽ ഹെൽപ്ലെസ് ആയിരിക്കും. അങ്ങനെ ഹെൽപ്ലെസ്സായ, നിരായുധനായ ഒരു മനുഷ്യനും ആയുധധാരിയായ വലിയൊരു ഗവൺമെൻറ്റും തമ്മിലുള്ള മത്സരത്തിൽ എപ്പോഴും പൗരന് അനുകൂലമായ നിലപാടുകളുണ്ടായിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ അയാൾ നിരപരാധിയായിരിക്കും എന്ന് തോന്നുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. മറിച്ച് തെളിയിക്കാത്തിടത്തോളം കാലം അയാൾ കുറ്റവാളിയായിട്ട് തന്നെ അംഗീകരിക്കപ്പെടും. അപ്പോൾ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിയുടേതായിട്ട് മാറുകയാണ്. ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡൊക്കെ അനുസരിച്ചിട്ട് ഒരാൾ നിരപരാധി ആണ് എന്നുള്ളതാണ് വാസ്തവത്തിൽ കണക്കാക്കേണ്ടത്. കുറ്റം തെളിയിക്കുന്നത് വരെ അവർ നിരപരാധിയാണെന്ന് അല്ലാണ്ട് കുറ്റവാളി ആണെന്നല്ല കണക്കാക്കേണ്ടത്. ഇത് നേരെ തിരിച്ചാണ്. ബർഡൻ ഓഫ് പ്രൂഫ്. ഈ ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ ജാമ്യം കിട്ടുള്ളൂ. The UAPA virtually reverses the burden of proof and says that you can only get bail if at the stage of bail you are able to prove that you are not guilty of the offense. Now, how does a person prove this even before the evidence against him is brought? So it's a somewhat absurd provision that you have to prove to the magistrate or to the judge that you are not guilty of this offense, then only you will get bail. So it virtually makes it impossible for anybody to get bail. എല്ലാ നിലയിലും വാസ്തവത്തിൽ മനുഷ്യ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന തന്നെ അനുവദിച്ച എല്ലാ വിധ സ്വാതന്ത്ര്യങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ എതിരാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. 1947 സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടി 1950 ഇന്ത്യ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന പേരിലൊരു പുതിയ കരിനിയമം ഉണ്ടാക്കുന്നത്. അതിനുശേഷം 1955 എസെൻഷ്യൽ സർവീസ് മെയിൻ്റനൻസ് ആക്ട്, എസ്മ എന്ന് പറയുന്ന ഒരു ആക്ടിന് രൂപം കൊടുക്കുന്നു. ഭക്ഷ്യ വിതരണം
ക്രമീകരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമം കൊണ്ടുവന്നത്. പക്ഷേ ആ നിയമം ഉപയോഗിച്ചാണ് കൂലി വർധനവിന് വേണ്ടി സമരം ചെയ്ത തൊഴിലാളികളെ, നൂറുകണക്കിന് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും ചെയ്തത്. അതിന് ശേഷമാണ് നമ്മുടെ ഈറോം ശർമിള കഴിഞ്ഞ 14 വർഷമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന, നിരാഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കരിനിയമം രൂപപ്പെടുന്നത് 1957 നെഹ്റുവിൻ്റെ ഇനീഷ്യേറ്റീവിലാണ്. നാഗ എക്സ്ട്രീമിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സമരവീര്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് 6 മാസത്തേക്ക് മാത്രം നിയമം അനുവദിച്ചാൽ മതിയെന്ന് പാർലമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന വളരെ സീരിയസ് ആയിട്ട് തന്നെ പാർലമെൻറ്റ് ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1957 ഈ കരിനിയമത്തിന് പാർലമെൻറ്റ് അംഗീകാരം കൊടുത്തത്. UAPA ആദ്യമായി ഇന്ത്യൻ പാർലമെൻറ്റിൽ, ഇന്ത്യയുടെ 3ാം പാർലമെൻറ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്നത് ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ച അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റ് തള്ളിക്കളയാണ് ചെയ്തത്. ഈ ബില്ല് വീണ്ടും 4ാം പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. UAPA 3ാം പാർലമെൻറ്റിലും 4ാം പാർലമെൻറ്റിൽ കൊണ്ടുവരാനുണ്ടായ കാരണം, അന്ന് DMKയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് വിട്ടുപോകാനൊരു സാധ്യതയുണ്ട് എന്നൊരു ചർച്ച ഇന്ത്യയെമ്പാടും വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ബില്ലും തരത്തിലാണ് UAPA ഇന്ത്യൻ പാർലമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 5ാം പാർലമെൻറ്റിൽ വെറും 6 മാസത്തെ കാലാവധിക്ക് വേണ്ടിയാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന ആക്ട് പാസ്സാക്കിയെടുക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ ഇത് പിൻവലിക്കാം എന്നാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാർലമെൻറ്റിൽ കൊടുത്ത ഗ്യാരണ്ടി. ഈ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 നിയമമായി എനാക്ട് ചെയ്തെങ്കിലും അത് ഇന്ത്യയിലെങ്ങും തന്നെ നടപ്പിലാക്കിയില്ല. നിലവിൽ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആ അഭിപ്രായം കൂട്ടായിട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം, അത് കൂട്ടായി പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘങ്ങൾ ചേരാനുള്ള സ്വാതന്ത്ര്യം, ഈ 3ഉം അനിയന്ത്രിതമാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന് വിലക്ക് കൽപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഭരണഘടനയുടെ 16ാമത്തെ വകുപ്പിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ 19 ഈ പറയുന്ന 3 പ്രധാനപ്പെട്ട അവകാശങ്ങൾ പരിമിതപ്പെടുത്തേണ്ടിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമം 1967 ഉണ്ടാകുന്നത്. See, the UAPA is a 1967 act, but thereafter it was superseded by this TADA, thereafter by POTA, and thereafter again, after POTA and TADA have been repealed, UAPA has been brought back with some modifications. So it's now the act which is used to charge people who are supposed to be engaged in anti-state or anti-government activity. സത്യത്തിൽ ചെയ്തിരിക്കുന്ന അതിനു മുമ്പുള്ള ടാഡ, അതിന് ശേഷം വന്നിരിക്കുന്ന പോട്ട, 2 നിയമങ്ങളുടെയും വകുപ്പുകൾ UAPAയിൽ സ്ഥിര വകുപ്പുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റ് 2 വകുപ്പുകൾ നിയമങ്ങളും സൺസെറ്റ് ക്ലാസ് എന്ന് പറയുന്ന ഒന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞാൽ പിന്നീട് പാർലമെൻറ്റ് അതിൻ്റെ കാലാവധി വർദ്ധിപ്പിക്കണം, ദീർഘിപ്പിക്കണം. ഇത് UAPAയിൽ അങ്ങനെ ഒന്നുമില്ല. ഇനി ഇത് കാലാകാലം പ്രത്യേകമായിട്ട് ശക്തമായിട്ടുള്ള ജനകീയമായ പ്രതിഷേധം രൂപപ്പെട്ട് വരുന്നില്ലെങ്കിൽ കാലാകാലം ഗവൺമെൻറ്റിന് എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു സുരക്ഷാ നിയമമായിട്ട് UAPA നിൽക്കുന്നുണ്ട്. ഇത് UAPA നിയമം എന്നതൊരു പഴയ നിയമമാണ്. പക്ഷേ 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ആണ് പാർലമെൻറ്റിൽ പൊടുന്നനെ അത് ഭേദഗതി ചെയ്ത് ഇന്ന് കാണുന്ന രീതിയിലുള്ള നിയമം ഉണ്ടായത്. ആവശ്യമായ ചർച്ച ഉണ്ടായില്ല, വിശദാംശങ്ങൾ പരിശോധിക്കപ്പെട്ടില്ല. വളരെ തിടുക്കത്തിൽ അന്ന് ആഭ്യന്തരമന്ത്രി ചിദംബരമായിരുന്നു. ചിദംബരം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഭീകരാക്രമണം ഇന്ത്യയിലുണ്ടായിരിക്കുന്നു, ഇന്ത്യക്കെതിരെ ഉണ്ടായിരിക്കുന്നു, ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അത് കൈകാര്യം ചെയ്യുന്നതിന് അടിയന്തരമായി ഈ നിയമം പാസ്സാക്കി തരണം. അന്ന് പ്രതിപക്ഷം BJP ആയിരുന്നു. BJPയെ സംബന്ധിച്ചും അവർ ടാഡ, പോട്ട തുടങ്ങിയ നിയമങ്ങളൊക്കെ ഇല്ലാതായതിൽ ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല. അതുകൊണ്ട് UPAയും NDAയും സഹകരിച്ച് എന്ന് തന്നെ പറയാം, ഈ നിയമം വളരെ പെട്ടെന്ന് അത് പ്രാബല്യത്തിൽ വന്നു. അന്ന് UPAയ്ക്ക് പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ് CPIM, മറ്റ് ഇടതുപക്ഷ കക്ഷികളും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഇടതുപക്ഷ കക്ഷികൾ CPM ഉൾപ്പെടെ ഈ നിയമത്തെ അന്ന് അനുകൂലിച്ച് പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുകയുണ്ടായി. ഞാൻ എൻ്റെ മനസാക്ഷിക്കനുസൃതമായി അന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നയങ്ങളുടെ തന്നെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള സമരങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ദേശീയത മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക വിഭാഗങ്ങൾ, സാംസ്കാരിക ദേശീയതകൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ സമരങ്ങൾ പോലുള്ളത്, കാശ്മീരിലെ സമരങ്ങൾ പോലുള്ളത്, മുൻപ് പഞ്ചാബിൽ നടന്നിട്ടുള്ള സമരങ്ങൾ,
ഇങ്ങനെയുള്ള സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ജനാധിപത്യപരമായി അത്തരം സമരങ്ങളെ നേരിടാൻ കഴിവില്ലാതെ ഭരണകൂടം വീണ്ടും വീണ്ടും കൂടുതൽ കടുത്ത മർദ്ദക നിയമങ്ങൾ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഏതാനും ദശകങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ UAPA അൺലാഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിൻ്റെ കാര്യവും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിൽ നിന്ന് മാറ്റി നിർത്തി ഈ നിയമത്തെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. As our claims to be a democracy grow louder and louder, you actually have these laws which completely undermine those claims. So you have the Armed Forces Special Powers Act or the Public Security Act in places like Kashmir, or the UAPA, the Chhattisgarh Special Public Security Act, under which even thinking an anti-government thought is a offense punishable by jail, by many years in prison. With these new economic policies, you do have to have a militarized state. And in order to militarize, in order to justify why you need to militarize, you've got to create either Islamist terrorists or Maoist terrorists, a generation of criminals or terrorists or something. അടിയന്തരാവസ്ഥയുടെ ഭീകരത ഏറ്റവും കഠിനമായി അനുഭവിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. പക്ഷെ അടിയന്തരാവസ്ഥക്ക് മുമ്പോ അടിയന്തരാവസ്ഥക്ക് ശേഷമോ സമാനമായ അനുഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടില്ല. ടാഡ, ഓട്ട ഒക്കെ രാജ്യവ്യാപകമായി പ്രയോഗിക്കപ്പെട്ടപ്പോഴും കേരളം ഒരു പരിധി വരെ അതിൽ നിന്ന് സുരക്ഷിതമായിരുന്നു. പക്ഷെ UAPA ഘട്ടം വന്നപ്പോൾ, പ്രത്യേകിച്ച് പുതിയ മോദി ഗവൺമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് നിർബാധം UAPA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചതും പുതിയ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വളരെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഇത്തരം നിയമങ്ങളിൽ ഒരു കാരണവുമില്ലാതെ, ഒരു ന്യായീകരണവുമില്ലാതെ ഇങ്ങനെ വളരെയേറെ ഒരു തോന്നിയ മട്ടിൽ ഇമ്പോസ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ സൊസൈറ്റി അൺകൺസേൺഡ്. കേരളീയ സമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഇതൊരു ആപൽക്കരമായ പ്രവണതയാണ്. ഭരണകൂടത്തിൻ്റെ എന്താ പറയുക, ഓവർ ബെയറിംഗ് ആയിട്ടുള്ള സ്വഭാവം, ഭരണകൂടം അധികാരത്തെ മിസ്യൂസ് ചെയ്യുന്നത്, ഭരണകൂടം ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് കേരളീയ സമൂഹം ഗൗരവത്തോടെ കാണുന്നില്ല. ഈ നിയമങ്ങളെല്ലാം ആദ്യകാലത്തെ മിസ്സി ആവട്ടെ, DIR ആവട്ടെ, പിന്നീടുള്ള പോട്ടയാവട്ടെ, ഇതൊന്നും യഥാർത്ഥത്തിൽ അത് എന്തിനുണ്ടായി, അതെങ്ങനെ പ്രവർത്തിച്ചു, അതെങ്ങനെ നിരപരാധികളുടെ രക്തം കൊണ്ട് കുടിച്ച് ചീർത്തു, ഈ അന്വേഷണങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ടായില്ല. ഒരു കരിനിയമത്തെ വേറൊരു കരിനിയമം കൊണ്ട് റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് കേരളത്തിൽ UAPA ഉപയോഗിക്കുന്നത്. പിന്നീട് വന്ന ഗവൺമെൻറ് അത് തുടരുകയാണ് ചെയ്തത്. ഒരു കാരണവുമില്ലാതെ കണ്ണൂരിലുള്ള രാഷ്ട്രീയ സംഘടനകൾ, നാറാത്തൊന്നും നടക്കാത്ത ആയുധ പരിശീലനം, ഇതിലൊക്കെ ആളുകളെ പിടിച്ച് ജയിലിലിടുന്ന. ഏപ്രിൽ 21 എത്തിയാൽ 2 വർഷമായി. 26ാമത്തെ വയസ്സാണെന്ന് തോന്നി കല്യാണം കഴിക്കണം. മൂത്ത മോനാണ്. യോഗ ക്ലാസ് കൊണ്ട് അടക്കണം എന്നിട്ട് പോയതാണ്. പിന്നെ ഞാൻ വെച്ച് മുമ്പ് വരൂ, ഇടയ്ക്കിടയിൽ കയറി വരുന്ന നേച്ച് സന്ധ്യ വരെ കാത്തുന്നു. പിന്നെ നോക്കുമ്പോൾ കാണുന്ന TV-യിൽ ഇങ്ങനെ സംഭവം കാണുന്നത്. ഒരു ഇതിനും പോകാത്തതാണ്. ആദ്യം ഒന്നും ഒരു ദ്രോഹിക്ക് നമ്മളെ കുടുംബം പോറ്റുന്നത്. ഞാൻ 4 മക്കളാണ്. ഇവനാണ് നമ്മളെല്ലാം. എൻ്റെ മക്കൾ, ചെറിയ മക്കളെല്ലാം നോക്കാൻ ഇവനാണ്. എൻ്റെ മോന് ജംഷീദിന് ഓനൊരു തെറ്റിലേക്കും പോകില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ്. ഇതുവരെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവന് ഇപ്പോൾ സാധാരണ അവന് യോഗ കളിക്കാൻ പോകും നമ്മളോട് പറയാറുണ്ട്. അതുപോലെ ഒരു യോഗ കളിക്കാൻ പോയതാണ്. അന്നേരമാണ് പിന്നെ ഇങ്ങനെ പിടിച്ചെന്ന് പറയുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തത് 23/4/2013 തീയതിയാണ്. പ്രോസിക്യൂഷൻ്റെ ആരോപണം അനുസരിച്ച് രാവിലെ 9:30 മണിക്കാണ്
പോലീസ് പാർട്ടി ഈ നാറാത്ത് ഈ ആയുധ പരിശീലനം നടന്നു എന്ന് പറയുന്ന ഷെഡിലേക്ക് എത്തിച്ചേർന്നത്. വൈകുന്നേരം 4:30 മണിക്കാണ് പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന വസ്തുക്കൾ, ബോംബ് നിർമ്മാണ സാമഗ്രികളാകട്ടെ അല്ലെങ്കിൽ ഡമ്മി ആവട്ടെ, ഇതൊക്കെ കണ്ടെത്തുന്നതോ വൈകുന്നേരം 7:30 മണിക്ക്. സീഷർ മാസ്റ്റർ, അതായത് ആയുധങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നത് വൈകുന്നേരം 7:30 മണിക്കാണ്. ഈ കേസിൽ ആദ്യ വിവരം കിട്ടിയതായി പോലീസ് സ്റ്റേഷൻ രേഖകൾ കൊണ്ട് കാണുന്നത്. 7:30 കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകുന്നേരം 4 മണിക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലൊരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡായ എന്തോ സംഗതികൾ, മുൻകൂട്ടി നിശ്ചയിച്ച എന്തോ സംഗതികൾ നടക്കാതെ തരമില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവർ അറസ്റ്റിന് ശേഷം ഈ വസ്തുക്കൾ അവിടെ പ്ലാന്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമേ അനുമാനിക്കാൻ പറ്റൂ. അവർ പറഞ്ഞു ബോംബ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു. ബോംബല്ല, അത് ഈ ചുറ്റുപാടും എതിർകക്ഷികളാണുള്ളത്. അത് അവർ കൊണ്ടുവച്ചോന്ന് ആവാനാണ് സാധ്യത. SIയും 3 പോലീസ് കോൺസ്റ്റബിൾമാരും സിവിൽ പോലീസ് ഓഫീസർമാരും 4 പേരാണ് ഷെഡിലെത്തിയത്. ഇവർ 21 പേരുണ്ടായിരുന്നു എന്നാണ്. 21 പേരുണ്ടായിട്ടും ഒരു രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്തിയില്ല. 2, ഒരു ഡമ്മി പരീക്ഷണം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ്റെ മറ്റൊരാരോപണം. അതായത് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി അതിൽ വെട്ടിപ്പടിച്ചു. ആ മനുഷ്യരൂപം പരിശോധിച്ചാൽ അതിൽ ഒരു വെട്ട് കൊണ്ട അടയാളം പോലും ഈ മനുഷ്യരൂപത്തിൽ കാണാൻ കഴിയില്ല. ആ മനുഷ്യരൂപം കോടതിയിലുണ്ട്. കണ്ണൂർ MLA ലീഗിൻ്റെ സാജിലവും പറഞ്ഞിട്ട് സുകുമാരൻ SI കളിച്ച കളിയത്. അതെന്തിനാ അവർ കളിച്ചേ? വെറുതെ ഒന്ന് കളിച്ചതാണ്, വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി കളിച്ചത്. ഇങ്ങനെ ആവും എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയാം, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് ശേഷം അവിടെ ഒരു പൊതുവെ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ ശേഷം പൊതുവെ മുസ്ലിം ലീഗ് STP ഒക്കെ വല്ലാതെ എന്തായിട്ടുണ്ട് ഇവിടെ പൊതുവെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പേരിലാക്കി അത് പൊതുവെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ അത് STPയിലുണ്ടായിരുന്നു, STP അങ്ങോട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ രീതിയിലുള്ള ഒരു തരം തന്ത്രപരമായിട്ട്